ഹലോ ഗായ്സ്, മൈ ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചീരത്തോരനൊരു പ്രത്യേകതയുണ്ട്, കണ്ടോ? നമ്മുടെ വീട്ടിൽ തന്നെ വളർന്ന ചീര വെച്ചിട്ടാണ് നമ്മൾ ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ മമ്മി ഇങ്ങനെ ചീര ഒടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ കുഞ്ഞു കുഞ്ഞു ചീരത്തൈകൾക്ക് വളർന്നു വരണമെങ്കിൽ കുറച്ച് വലുതായ ചീര നമ്മളിങ്ങനെ ഒടിച്ചു മാറ്റണം. അപ്പം മമ്മി പറഞ്ഞത് അരി വരുന്നതിന് മുന്നേ അങ്ങ് ഒടിച്ചു മാറ്റുവാണ്. അരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചീരയിൽ നിന്ന് ആ അരിയൊക്കെ നുള്ളി മാറ്റി ചീര വൃത്തിയാക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവമാണ് എന്തുകൊണ്ടും നല്ലത്. നമുക്ക് നല്ല ഇലയിൽ കിട്ടുകയും ചെയ്യും, ഒരുപാട് തണ്ട് മുറ്റത്തും ഇല്ല. ഇത് കറക്റ്റ് പരുവമാണ്. അപ്പോൾ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ സന്തോഷം കണ്ടില്ലേ. ഇനി അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ചീര ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ കുഞ്ഞായിട്ട് അരിയണം. ചീര അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. അതിനായി തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് 3-4 ചുവന്നുള്ളി, 1-2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പിലയും ഇട്ട് പൊടി ഐറ്റംസായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് ജീരകം, ചെറിയ ജീരകമാണേ, 1 നുള്ള് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കൂടെ 2 പച്ചമുളക് ഇട്ടാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതിയാവും. ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒറ്റ കറക്കത്തിൽ ചതച്ചെടുത്താൽ മതിയാവും. ഇനി അടുപ്പത്തെ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് ഈ കടുക് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടൊന്ന് ഇളക്കി ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് ഈ ചീരയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ചീരയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പറയുമായിരുന്നു സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ചക്കക്കുരു കൂടി ഇതിനകത്ത് ആഡ് ചെയ്യായിരുന്നു, കുറച്ചുകൂടെ ടേസ്റ്റ് ആയേനെ. അമ്മ സാധാരണ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സമയമില്ല, രാവിലെ എനിക്ക് പോകാൻ വേണ്ടി, എനിക്ക് തന്നു വിടാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പം ജസ്റ്റ് ആ എണ്ണയും കറിവേപ്പിലയും വറ്റൽമുളകും അതിൻ്റെ ഒരു ഫ്ലേവർ പിടിക്കുകയും ചീര ഒന്ന് സോഫ്റ്റ് ആവുകയും. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിനകത്തോട്ട് ഇടാം. നടുവത്ത് അരപ്പിട്ട ഇതിനെ ഉടനെ ഇളക്കാൻ പാടില്ല. അരപ്പൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് അറ്റത്തൊന്ന് ഇതുപോലെ ചീര എടുത്ത് ആ അരപ്പിനെ ഒന്ന് മൂടി വെക്കുക. അതുപോലെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കണം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ. എന്നിട്ട് ഈ അരപ്പ് ഇളക്കി കൊടുക്കുക. ഈവനായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒരു പാത്രം നിറയെ ചീര ഉണ്ടായിരുന്നതാണ്. ഇപ്പം നോക്കിക്കേ, ആ പാത്രത്തിൻ്റെ ഒരു മൂലയിൽ കൊള്ളാവുന്നത് അത്രയേ ഉള്ളൂ. അപ്പം ചീരയിൽ നിന്നെല്ലാം വെള്ളമൊക്കെ ഇറങ്ങി ചീര സോഫ്റ്റായി. ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കി പാകം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് 2-3 മിനിറ്റ് വയ്ക്കും. അപ്പോഴത്തേക്കിന് നമ്മുടെ സ്വാദിഷ്ടമായ ചീര റെഡിയാവുന്നതാണ്. അപ്പോൾ അതാണ്ട് നാടൻ ചീര കൊണ്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ടാറ്റ, ബൈ ബൈ.